നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ ഈ ഒരു ഹെയർ ബെൻഡ് വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് ഒത്തിരി മെറ്റീരിയൽസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ഒത്തിരി ഫ്ലവേഴ്സ് ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിളായി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ കണ്ടു മനസ്സിലാക്കാം. ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഈ ഒരു ഹെയർ ബെൻഡ് നമുക്ക് എങ്ങനെ സിമ്പിളായ നിലക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഹെയർ ബെൻഡ് എടുത്തിട്ടുണ്ട്, ഒരു കട്ടർ എടുത്തിട്ടുണ്ട്, ഗ്രീൻ ടേപ്പ്, സ്റ്റീൽ വയർ, ആവശ്യത്തിനുള്ള ഫ്ലവർ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്ലവർ എടുത്തിട്ടുണ്ട്, അല്പം ലീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള ലീഫ് ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്തു ഈ സ്റ്റീൽ വയർ, ഇത് വളരെ തിന്നായിട്ടുള്ളൊരു വയറാണ്. ഇത് നമുക്ക് സ്റ്റേഷനറി കടയിൽ കിട്ടും. ഇതല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഗ്രീൻ വയറാണ്. ഈ ഒരു വയർ ഉപയോഗിച്ച് നന്നായിട്ട് ഇത് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്ലവർ, ഈ ഒരു ലീഫ് ഇവിടെ നമുക്ക് ഇതുമായിരുന്നു ടൈറ്റ് ചെയ്യാം. അങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഗ്രീൻ ടേപ്പ് കൃത്യമായിട്ട് ഒരാവശ്യത്തിനുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇത് ഈ രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്ത് നന്നായിട്ട് ഇവിടെ ഈ വയറൊന്നും കാണാത്ത രൂപത്തിൽ നമ്മൾ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ട് വേണ്ടത്. അതിനുശേഷം നമുക്ക് ഓരോ ഫ്ലവേഴ്സിൻ്റെ ആവശ്യാനുസരണമുള്ള ഫ്ലവർ കട്ട് ചെയ്യുക. ഞാനിവിടെ കട്ട് ചെയ്യുന്ന ഈ ഒരു ഇതാണ്. ഇത് കട്ട് ചെയ്ത് നമുക്കിത് ഇവിടെ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗങ്ങളെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ഇങ്ങനെയുള്ളൊരു പാട്ട് നമുക്ക് കിട്ടി. ഇതിവിടെ വെച്ച് കൊടുത്ത് നന്നായിട്ട് നമ്മുടെ ഈ സ്റ്റീൽ വയർ ഉപയോഗിച്ച് വളരെ നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ വളരെ നല്ല രീതിയിൽ നമ്മൾ ടേപ്പ് കൂടി ഒന്നോ രണ്ടോ ചുറ്റുക. അതിൻ്റെ അടുത്ത നമ്മളൊരു ഏത് ഫ്ലവർ വെക്കണം എന്നുള്ളൊരു പ്ലാൻ ചെയ്യാം. ശേഷം നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ചെറിയൊരു ഭാഗം, ഒരു 2 ഫ്ലവർ മാത്രം കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഫ്ലവർ ഇങ്ങനെ പിടിച്ചു. ഇവിടെ നമ്മൾ ഇതേ നേരത്തെ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ടേപ്പ് ചുറ്റി കൊടുക്കുക. വീണ്ടും നമ്മൾ അടുത്ത ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുക. അടുത്തൊരു